ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 3 പഴം എടുത്തിട്ടുണ്ട്, 4 ബ്രെഡ് ഉണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പം പഴം നന്നായി പഴുത്തതാണ്. അപ്പോൾ അതിൻ്റെ തൊലി ഉരിഞ്ഞ് നമുക്കിനി പുഴുങ്ങാനൊന്നും നിൽക്കണ്ട, നന്നായി പഴുത്തായി കാരണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഒന്ന് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ 3 പഴം ചെറുതാക്കി നന്നായി അരിഞ്ഞിടുക. അപ്പോൾ 3 പഴം അത് അരിഞ്ഞെടുത്തിട്ട് കേട്ടോ. അതിലേക്ക് ഇനി ബ്രെഡ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. 5-6 ഏലക്കായ ഫ്ലേവറിൻ്റെ മണത്തിന് ഇടുക കേട്ടോ. എന്നിട്ട് ബ്രെഡ് ഇങ്ങനെ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ബ്രെഡും ചെറിയ പീസുകളാക്കി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് പഴത്തിൻ്റെ നനവുണ്ടാവില്ല, അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതാക്കി പതുക്കെ കുറേശ്ശെ ഒന്ന് ഓണാക്കി അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബ്രെഡും ഏലക്കായും നേന്ത്രപ്പഴം 3 എണ്ണം. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ആ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു മുറി നാളികേരം ചേർക്കുക. അതുകൂടി ഒന്ന് അരച്ചിട്ട് വരണം കേട്ടോ. ഒരു മുറി നാളികേരം, ഒരു 1/2 കപ്പ് പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിനുള്ളത്, കുറച്ച് ബ്രേക്കിംഗ് പൗഡർ ഇട്ടാൽ 1/4 ടീസ്പൂൺ തികച്ചില്ല, അതിൻ്റെ പകുതിയോളം ബ്രേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് വരാം. ഇത് അടിച്ച് കൊണ്ടുവന്നിട്ട് നന്നായി നൈസായി ഒന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നേന്ത്രപ്പഴം ബ്രെഡും ഇതൊക്കെ അരച്ച് വെച്ചിട്ടില്ലേ, ആ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരം പഞ്ചസാരയൊക്കെ അരച്ച് കൊണ്ടുവന്ന് നേന്ത്രപ്പഴത്തിൻ്റെ ഒപ്പം ചേർത്ത് കിട്ടോ. എന്നിട്ട് അത് ടീസ്പൂണോട് നന്നായി മിക്സാക്കി ഇളക്കി എടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേന്ത്രപ്പഴം നാളികേരം അരച്ചതും പഞ്ചസാരയും കൂടി മിക്സാക്കി ഇളക്കിയിട്ട് അപ്പോൾ ഗോതമ്പ് പൊടി ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഒരു 1/2 കപ്പോളം ആദ്യം ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും ചേർത്തു. എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കുക. അതിൻ്റെ ഒപ്പം 1/2 കപ്പ് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അത് ആ വീഡിയോ മിസ്സായി പോയിട്ടു. അപ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്തപ്പോൾ വെള്ളം പാകത്തിനായി കിട്ടിയിട്ട് ഇനി നമുക്ക് നന്നായി ഒന്നുകൂടിയും കൈ കൊണ്ട് കുഴക്കട്ടെ നന്നായി. അപ്പോൾ അതിൻ്റെ ഒപ്പം 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്താൽ. 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കുഴക്കട്ടോ. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം നന്നായി മിക്സായി കുഴക്കട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ മാവ് ഒന്നുകൂടിയും. അപ്പോൾ നന്നായി കുഴച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് എള്ള് കൂടി അതിൽ ചേർക്കണം കേട്ടോ. 1 ടീസ്പൂണോളം എള്ള് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി കുഴക്കണം കേട്ടോ. അപ്പോൾ നന്നായി ഒരു നെയ്യ് ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറമെ നമ്മൾ 1 ടീസ്പൂണ് എള്ള് കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്കൊക്കെ എള്ള് ചേർത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. കടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മൾ എള്ള് ചേർത്തു, എല്ലാ മാവിലും ഒന്ന് മിക്സായി കുഴച്ചിട്ടോ. എന്നിട്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്തിട്ട് നമുക്ക് സ്നാക്സ് തയ്യാറാക്കട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് എണ്ണ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഓരോ ഉരുളകൾ ആക്കി എടുത്തതിൻ്റെ ശേഷം നമുക്കിത് തയ്യാറാക്കട്ടോ. ഉരുട്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ആകൃതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാട്ടോ. ഞാൻ ഈ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്യിലിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഉരുട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു കട്ടാപ്പ് രൂപത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്, ഒരു സ്ക്വയർ ആകൃതിയിൽ. അപ്പോൾ ഇതുപോലെ വേഗം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരേ ഉരുള മാവ് എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ആക്കാൻ വേഗം പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ, നേന്ത്രപ്പഴം കഴിക്കാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ നല്ല ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് എണ്ണയിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്തിരി സോഡക്കാരൊക്കെ ചേർത്ത കാരണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്ത് നന്നായി പൊന്തും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. കൂടുതൽ എണ്ണയിൽ മുക്കി പൊരിക്കുന്നല്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെച്ച് കൊടുക്കട്ടെ ഓരോന്ന്. അപ്പോൾ അധികം എണ്ണയിൽ മുങ്ങി കിടക്കൊന്നും വേണ്ട, ഒന്ന് റോസ്റ്റ് ചെയ്ത് അടിഭാഗത്ത് മാത്രം എണ്ണ മതി. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തുട്ടോ. ഞാനൊരു പാൻ വെച്ച് ചൂടായി അതിൽ എണ്ണ ഒഴിച്ചിട്ട് തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുത്തു. ഒരു പാൻ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8-10 ഉണ്ടാവും ആദ്യത്തെ ട്രിപ്പ്. അത്
രണ്ട് ഭാഗം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗവും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല മുകളിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു തവണത്തെ എല്ലാതും എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ടാം തവണ അതുപോലെ ഒരു തവണയ്ക്കുള്ള സ്നാക്സ് കൂടി ഉണ്ട്, അത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടാം തവണ. അപ്പോൾ ആ രണ്ടാം ട്രിപ്പും എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അടിഭാഗം മറച്ച് കൊടുക്കുക. കണ്ട അടിഭാഗം റോസ്റ്റായി വന്നു തുടങ്ങിയിട്ട് നല്ല ഫ്ലെയിമിൽ ഇടരുതിട്ട്, അപ്പോൾ കരിഞ്ഞ് പോകും. അപ്പോൾ ഒരു സാധാരണ മീഡിയത്തിലിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം എല്ലാതും ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം എല്ലാ അടിഭാഗം മറച്ചിട്ടുണ്ട്. ഇനി അടിഭാഗം അതുപോലെ റോസ്റ്റ് ചെയ്യാൻ നമുക്ക് എടുത്തു മാറ്റാണെന്ന്. അപ്പോൾ അത് അടിഭാഗമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കറുത്ത കളറായി കളയേണ്ട, ഇതുപോലെ ചെയ്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.